അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പാഠത്തിൽ ദൈവസൃഷ്ടിയായി ആണും പെണ്ണുമായി ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന വിഷയമാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ടുഡേയ്സ് ലെസൺ we are going to study about man being created in the image of God as male and female. ഈ പാഠം നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്? The first question that may come into the mind of all of us is, why did God created man as male and female? രണ്ടാമതായി കടന്നു വരാൻ സാധ്യതയുള്ള ചോദ്യം, ആണും പെണ്ണും എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തുല്യരാണോ? അവർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും റോളുകൾ ഉണ്ടോ? The second question that can creep into the mind of us is that, can men and women be equal and yet have different roles? കഴിഞ്ഞ പാഠത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കണ്ടു, ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. In the previous lesson we learned that God created man in his own image, and in the image of God he created him, male and female he created them. Genesis chapter 1 verse 27. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. In Genesis chapter 5 verses 1 and 2 we read like this, this is the book of the generations of Adam. In the day when God created man, he made him in the likeness of God. He created them male and female, and he blessed them and named them man in the day when he created them. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസ്വരൂപത്തിലാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. These two verses very clearly teach us that God created male and female in the image of God. ദൈവസ്വരൂപത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വിവിധ തലങ്ങളിൽ ആ ദൈവസ്വരൂപം വെളിപ്പെടുത്തുവാനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം: ഐക്യതയോടുകൂടിയ പരസ്പര ബന്ധത്തിൽ ദൈവസ്വരൂപം വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി, വ്യക്തിത്വത്തിൽ ഉള്ള തുല്യതയും പ്രാധാന്യവും. മൂന്നാമതായി, നൽകപ്പെട്ടിരിക്കുന്ന കർത്തവ്യത്തിലെ അതുപോലെ തന്നെ അധികാരത്തിലെ വ്യത്യസ്തതകൾ. The creation of man as male and female shows God's image in harmonious interpersonal relationships, equality in the personhood and importance, and difference in role and authority. ഒന്നാമതായി നമുക്ക് വ്യക്തിപരമായ ബന്ധത്തിലെ ഐക്യത. First of all, let us study on the harmonious interrelationship of male and female in the image of God. ദൈവം മനുഷ്യനെ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല സൃഷ്ടിച്ചത്. അവരെ സൃഷ്ടിച്ചത് അവൻ്റെ സ്വരൂപത്തിൽ, അവർ തമ്മിലുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ പരസ്പരമായ ബന്ധത്തിൽ ഐക്യതയും എല്ലാ നിലയിലും വെളിപ്പെടുത്തുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. So God created man in his image. In that man, in his personal relationship with woman, should reflect harmonious relationship of unity. പരസ്പര ബന്ധത്തിലെ ഐക്യത കുടുംബമെന്നുള്ള ദൈവിക വ്യവസ്ഥയിൽ
സമ്പൂർണമായ നിലയിൽ ദൈവത്വത്തിലെ 3 വ്യക്തിത്വങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഐക്യത്തിൽ ബഹുമാനത്തിൽ തുടരുന്നതുപോലെ തുടർന്ന് ദൈവസ്വരൂപം വെളിപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സോ ഗോഡ് വാണ്ടഡ് ടു റിവീൽ ഹിസ് ഇമേജ് ഓഫ് ഗോഡ് ജസ്റ്റ് ആസ് ദ ഡിഫറെൻറ്റ് പേഴ്സൺസ് ഇൻ ദ ട്രിനിറ്റി എക്സ്പ്രസസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, so also man and woman in the family has to reflect that harmonious interpersonal relationship in unity, just as the unity that is in the Godhead. തന്നെ പരസ്പര ബന്ധത്തിലെ ഐക്യത ദൈവ സഭയിൽ വെളിപ്പെടുത്തപ്പെട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവീക തൃത്വത്തിലെ പരസ്പര ആശ്രയത്വവും പരസ്പര സ്നേഹവും പരസ്പര ഐക്യവും പരസ്പര ബഹുമാനവും. സോ ഗോഡ് വാണ്ടഡ് ടു സീ ദാറ്റ് സെയിം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് റിഫ്ലക്റ്റഡ് ഇൻ യൂണിറ്റി, ഇൻ ലവ് ആൻഡ് ഇൻ റെസ്പെക്റ്റിംഗ് വൺ അനദർ, ഇൻ mutual relationship with one another, just as the Godhead exist. അതുപോലെ തന്നെ കുടുംബം എന്ന ദൈവിക വ്യവസ്ഥയിൽ പരസ്പരമുള്ള ബന്ധത്തിലെ ഐക്യത, സ്നേഹം, പരസ്പര ബഹുമാനം, പരസ്പര ആശ്രയത്വം എന്നിവ അതിൻ്റെ സമ്പൂർണമായ നിലയിൽ വെളിപ്പെട്ട് കാണുവാനായിട്ടാണ് ദൈവം ദൈവസ്വരൂപത്തിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ സോ ദാറ്റ് മാൻ in marriage has to reflect the highest expressions of interpersonal relationship in harmony, love, unity and respecting one another in the bond of marriage, just as the Godhead exists in 3 different personalities. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. Therefore we read in Genesis chapter 2 verse 24, for this reason a man shall leave his father and his mother and be joined to his wife and they shall become one flesh. ഈ ഐക്യത എന്ന് പറയുന്നത് ശാരീരികമായ ഐക്യത മാത്രമല്ല, ഇതിൽ ആത്മീയവും വൈകാരികവുമായ ഐക്യത്തിൻ്റെ ഉന്നതമായ തലം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ദിസ് യൂണിറ്റി ഈസ് നോട്ട് ഓൺലി എ ഫിസിക്കൽ യൂണിറ്റി, ഇറ്റ് ഈസ് ഓൾസോ എ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ യൂണിറ്റി ഓഫ് പ്രൊഫൗണ്ട് ഡയമെൻഷൻസ്. ഒരു ഭാര്യയും ഭർത്താവും വിവാഹത്തിൽ യോജിപ്പിക്കപ്പെടുമ്പോൾ അവരെ ദൈവം ഏക ശരീരമായി യോജിപ്പിച്ചിരിക്കുന്നതിനാൽ അവർ ഒന്നാണ് എന്ന് മത്തായി 19:6 വായിക്കുന്നു. എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോയിൻ ടുഗെദർ ഇൻ മാരേജ് ആർ പീപ്പിൾ ദാറ്റ് ഗോഡ് ഹാസ് ജോയിൻ ടുഗെദർ ആസ് വൺ, സെയ്സ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 6. അതുകൊണ്ടാണ് വിവാഹ ബന്ധത്തിന് പുറത്തുള്ള ലൈംഗിക പാപത്തെ വളരെ ഗുരുതരമായ പാപമായി, ദൈവത്തിനെതിരായിട്ടുള്ള പാപമായി വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. Therefore, union with someone other than one's own wife or husband is a specially offensive kind of sin against one's own body and against God. 1 Corinthians chapter 6 verse 16 and 18 to 20 says this, and within marriage, husband and wives no longer have exclusive rule over their own bodies but share them with their spouses. 1 Corinthians chapter 7 verse 3 to 5. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ ശരീരത്തിൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരം പുലർത്തുന്ന വ്യക്തികളായിട്ടല്ല, മറിച്ച് പരസ്പരം പങ്കുവെക്കുന്നവരായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരോട് നൽകിയിരിക്കുന്ന കൽപ്പന
ഭാര്യമാരെ തങ്ങളുടെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം എന്നാണ്. Therefore, it is commanded in Ephesians chapter 5 verse 28 that husbands should love their wives as their own bodies. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഐക്യതയും ഒന്നായി തീരലും താൽക്കാലികമല്ല, മറിച്ച് ഒരു മനുഷ്യായുസ് മുഴുവൻ നിലനിൽക്കുന്നതാണ്. The unity between husband and wife is not temporary but lifelong. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. മലാക്കി ചാപ്റ്റർ 2 വേഴ്സ് 14 to 16 ആൻഡ് റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 2 റിവീൽസ് ദിസ് ട്രൂത്ത് വെരി ക്ലിയർലി. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ അഗാധമായ തലം വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് കുടുംബം എന്ന വ്യവസ്ഥയിൽ ഒന്നാക്കി തീർത്തിരിക്കുന്നത്. സോ ഗോഡ് യുണൈറ്റഡ് മാൻ വിത്ത് ഹിസ് വൈഫ് ആസ് വൺ യൂണിറ്റ് സോ ദാറ്റ് God should reflect the depth of the relationship between Christ and his church in the institution of marriage as a mystery that reveals the relationship between Christ and church. This truth is revealed in Ephesians chapter 23 to 32. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഈ സത്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ പുരുഷനും തൻ്റെ ഭാര്യയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിലെ ഐക്യത ഒന്നായിത്തീരൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരുമയുടെ പിരിയ ബന്ധത്തിൻ്റെ മാർമികമായ വെളിപ്പെടുത്തലായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ ഒന്നായിത്തീർന്നിരിക്കുന്നത് ദൈവിക തൃത്വത്തിലെ 3 വ്യക്തിത്വങ്ങളും ഒന്നായിരിക്കുന്നതിൻ്റെ മാർമികമായ വെളിപ്പെടുത്തൽ കൂടിയാണ്. സോ the oneness that is reflected in the institution of marriage between a man and his wife reflects some degree the plurality of persons within the Trinity. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദൈവസ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്യത്തിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ ദൈവിക തൃത്വത്തിലെ വ്യക്തിത്വങ്ങളുടെ ബഹുത്വത്തെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. സോ ദ വേർഡ്സ് പ്രയർ ടു ദ വൺ ദാറ്റ് ടെൽസ് അവർ ക്രിയേഷൻ ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ വി സീ ദ ഫസ്റ്റ് എക്സ്പ്ലിസിറ്റ് ഇൻഡിക്കേഷൻ ഓഫ് എ plurality of persons within Godhead. There we read, then God said, let us make man in our image, after our likeness, and let them have dominion. Genesis chapter 1 verse 26. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, വരുവീൻ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവർ ഭൂമിയിൽ വാഴട്ടെ എന്ന് പറയുന്നതിൽ ദൈവിക തൃത്വത്തിലെ ബഹുത്വത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവം ആദമിനെയും ഹവ്വയെയും അതുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ സ്നേഹം പങ്കുവെക്കലുകൾ അതുപോലെ തന്നെ ബഹുമാനം കൊടുക്കുകയും ബഹുമാനം വാങ്ങുകയും ചെയ്തുകൊണ്ട് വ്യക്തിപരമായ ബന്ധത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. സോ ഗോഡ് മെയ്ഡ് ആഡം ആൻഡ് ഈവ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ വുഡ് ഷെയർ ലവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മ്യൂച്വൽ ഗിവിംഗ് ഓഫ് ഓണർ ടു വൺ അനദർ ഇൻ ദെയർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒരു കാരണം പരസ്പരമായ ബന്ധത്തിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും വിനിമയം ചെയ്തുകൊണ്ടും പരസ്പരം ബഹുമാനം കൊടുത്തും ബഹുമാനം വാങ്ങിയും ഒന്നായിരിക്കുവാനായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അത് ആണ് കുടുംബത്തിൽ വെളിപ്പെടേണ്ടത്. സോ ഇൻ ദ ബോണ്ട് ഓഫ് മാരേജ് എ മാൻ ആൻഡ് വുമൺ ഹാസ് ടു മ്യൂച്വലി ഷെയർ ലവ് ആൻഡ് ഹാവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് mutual giving of honor to one another in their interpersonal relationship, which will reflect some aspect of the Godhead and the different personalities within the Godhead and the way they share love and communicate with one another and giving honor to one another in the Godhead.
രണ്ടാമതായി, ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വ്യക്തിത്വത്തിലുള്ള അവരുടെ തുല്യതയും പ്രാധാന്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെക്കൻഡ്ലി, വി ക്യാൻ സീ ഗോഡ് ക്രിയേറ്റഡ് man as male and female, in that we see an equality in personhood and importance. ദൈവിക തൃത്വത്തിലെ ഓരോ വ്യക്തിത്വങ്ങളും തമ്മിൽ സാരാംശത്തിലെ തുല്യതയും പ്രാധാന്യവും, അതുപോലെ തന്നെ ഓരോ വ്യക്തിയും മറ്റു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് പോലെ തന്നെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് ദൈവസ്വരൂപത്തിൽ നിലനിർത്തിയിരിക്കുന്നതിൽ നിന്നും വ്യക്തിത്വത്തിൽ അഥവാ സാരാംശത്തിൽ രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ളവരാണെന്നും അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ വ്യക്തിത്വം ദൈവമുമ്പാകെ തുല്യതയോടുകൂടെ തുല്യ പ്രാധാന്യത്തിലാണ് എന്നും കാണുവാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രിനിറ്റി ആർ ഈക്വൽ ഇൻ ദെയർ ഇമ്പോർട്ടൻസ് and in their full existence as distinct persons, so men and women have been created by God to be equal in importance and personhood. When God created man, he created both male and female in his image. Genesis chapter 1 verse 27 and Genesis chapter 5 verse 1 and 2. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആണും പെണ്ണുമായി അവരെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ലും 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലും വായിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സ്ത്രീയും പുരുഷനും ദൈവസ്വരൂപത്തിൽ തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ദൈവത്തിൻ്റെ സ്വഭാവം അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുന്നു. അതിലൂടെ ദൈവസ്വരൂപത്തിൽ അവർ തുല്യതയും പ്രാധാന്യവും ഉള്ളവരാണ് എന്ന് കാണുന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിത്വത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. കാരണം രണ്ടുപേരും ദൈവസ്വരൂപത്തിലാണ്. അതുപോലെ തന്നെ രണ്ടുപേരും ദൈവം മുമ്പാകെ തുല്യ പ്രാധാന്യം ഉള്ളവരാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഇൻ ദിസ് വേഴ്സ് വെരി ക്ലിയർലി ടീച്ചസ് ദാറ്റ് being created in the image of God as male and female, both male and female are of equal status and are of equal importance in the presence of God. അതിനാൽ പുരുഷൻ സ്ത്രീയേക്കാൾ മഹത്വമേറിയവനും സ്ത്രീ പുരുഷനേക്കാൾ മഹത്വം കുറഞ്ഞവളുമെന്ന് ചിന്തിക്കുവാൻ യാതൊരു ന്യായവും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാതൊരു വ്യത്യാസവുമില്ലാതെ വ്യക്തിത്വത്തിലെ തുല്യത, വ്യക്തിത്വത്തിലെ പ്രാധാന്യം ഇരുവരും വെളിപ്പെടുത്തുന്നു ദൈവസ്വരൂപത്തിൽ എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ സ്ത്രീയും പുരുഷനും ഒരേ പ്രാധാന്യമുള്ളവരാകയാൽ പുരുഷന് സ്ത്രീയേക്കാൾ വിശേഷതയും ശ്രേഷ്ഠതയും ഇല്ല എന്നും സ്ത്രീ പുരുഷനേക്കാൾ കുറഞ്ഞവളല്ല എന്നും വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. വ്യക്തിത്വത്തിൽ തുല്യത, പ്രാധാന്യം, ദൈവവചനം, ദൈവസ്വരൂപത്താൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്നു. So man and woman are created in the image of God very clearly reveals that both are of equal importance and both are equal in dignity, equal in honor, equal as the creation of God, and God value both of them as equal in his sight. One is not inferior to the other or one is superior than the other. ദൈവിക തൃത്വത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ തുല്യരായിരിക്കുന്നത് പോലെ സാരാംശത്തിൽ അഥവാ വ്യക്തിത്വത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. അതുപോലെ തന്നെ ദൈവിക തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രാധാന്യത ഏറിയ വ്യക്തിത്വങ്ങളാകയാൽ ദൈവിക തൃത്വത്തിലെ ഒരു വ്യക്തിത്വം മറ്റൊരു വ്യക്തിത്വത്തെക്കാൾ സാരാംശത്തിൽ വ്യത്യസ്തതയുള്ളവരല്ല, സാരാംശത്തിൽ തുല്യരാണ്. ഇൻ ദ ഗോഡ് ഹെഡ് each individual personality of the divine trinity or the godhead are equal in status, are equal in importance and are equal in essence. So also man and woman are equal in the image of God. ഈ വിലയേറിയ സത്യമാണ് ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടതിലൂടെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് തിരുവെഴുത്ത് ആഗ്രഹിക്കുന്നത്. So this truth, the scripture very clearly reveals that both man and woman are of equal importance and of equal honor
and equal in personhood in front of God, just as the different personalities of the Godhead is equal. ഒരേ പ്രാധാന്യതയോടുകൂടെ ഒരേ തുല്യതയോടുകൂടെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ രണ്ടുപേരും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരുപോലെ വിലയേറിയവരാണ്, ഒരുപോലെ പ്രാധാന്യമേറിയവരാണ്. ദൈവം ഒരുപോലെ തന്നെയാണ് രണ്ടുപേരെയും കാണുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സത്യം തിരുവെഴുത്തിൻ്റെ വിവിധ പഠിപ്പിക്കലുകളിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ മാൻ ബീയിങ് ക്രിയേറ്റഡ് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് very clearly says that they are equal in status, equal in personhood, equal in importance, and equal in value in front of God. And this truth has been clearly depicted in different teachings of the scriptures that we can see later. ഒരിക്കൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ പുരുഷന് മേധാവിത്വ മനോഭാവം ഉണ്ടായിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ സ്ത്രീക്ക് താൻ ഒരു താഴ്ന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. തുല്യത ദൈവവചനം പ്രാധാന്യം നൽകുന്നു. തുല്യത ദൈവം വിലമതിക്കുന്നു. തുല്യതയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ രക്ഷണ്യ കാര്യപരിപാടിയിൽ രണ്ടുപേർക്കും ദൈവം നൽകിയിരിക്കുന്ന കൃപയാലുള്ള രക്ഷ തുല്യതയുള്ളതാണ്. അതുപോലെ തന്നെ നിത്യതയിലും അത് തുല്യത വെളിപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. So, the scripture very clearly says that man being created in the image of God as male and female are equal in value, equal in personhood, equal in importance. Therefore, the salvation that God has prepared for us are equally given to both of them, and they have received the same measure of grace and the same way of salvation, and the value that God has paid in saving man are equal in its essence, and equal in its value, and equal in its honor. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും എന്ന് പറയുന്നത്. Therefore, it is written in 1 Peter chapter 3 verse 7, you husbands in the same way live with your wives in an understanding way, with someone weaker, since she is a woman, and show her honor as a fellow heir of the grace of life, so that your prayers will not be hindered. ഈ വാക്യത്തിൽ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So in this verse it says that they are fellow heirs in the grace of life. That shows of equal importance, equal value, and equal status in the personhood as male and female. ഇവിടെ ആണും പെണ്ണും ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് വെളിപ്പെടുത്തുമ്പോൾ ദൈവമുമ്പാകെയുള്ള തുല്യതയും വ്യക്തിത്വത്തിലെ തുല്യതയും ബഹുമാനത്തിലെ തുല്യതയും ദൈവവചനം വളരെ കൃത്യമായിട്ട് ഉറപ്പു നൽകുന്നു.